ഓക്കെ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നമുക്ക് ചെറിയൊരു മെഡിറ്റേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. മെഡിറ്റേഷന് വേണ്ടിയിട്ട് സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരിക്കാം. ഫ്രീ ആയിട്ട് മാക്സിമം റിലാക്സ് ആയിട്ട് ഇരിക്കാം. സ്വസ്ഥമായി ഒരു സ്ഥലത്ത് നട്ടെല്ല് നിവർത്തി ഇരിക്കാം. മാക്സിമം ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ആയിട്ട് ഇരിക്കാം. ഇരിക്കുന്ന സ്ഥലം ഒന്ന് ഫീൽ ചെയ്യാം. ഇരിക്കുന്ന റൂം നന്നായി ഫീൽ ചെയ്യാം. സാവധാനത്തിൽ കണ്ണുകൾ അടയ്ക്കാവുന്നതാണ്. അതിനുശേഷം ശ്വാസം ഉള്ളിലോട്ട് എടുക്കാവുന്നതാണ്. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് ചുറ്റിലുമുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും ഉള്ളിലേക്ക് കടക്കുന്നതായും അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ഫീൽ ചെയ്യാം. ശ്വാസം പുറത്തോട്ട് വിടുന്ന സമയത്ത് ശരീരത്തിന്റെ ഉള്ളിലോ പുറത്തോ ഉള്ള എല്ലാ നെഗറ്റീവ് എനർജികളും പെയിനുകളും നെഗറ്റീവ് തോട്ട്സും എല്ലാം ഒരു കറുത്ത പുകയായി അന്തരീക്ഷത്തിലേക്ക് ലയിച്ച് ഇല്ലാതാവുന്നതായി ഫീൽ ചെയ്യാം. Then take a deep breath, hold on, and breathe out slowly. Take a deep breath, hold on, and breathe out slowly. Take a deep breath, hold on, and breathe out slowly. ഇനി നിങ്ങളുടേതായ രീതിയിൽ ശ്വാസം എടുത്തു വിടാവുന്നതാണ്. അല്പസമയം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും നന്നായി ഫീൽ ചെയ്യുന്നു. ശരീരം മുഴുവൻ റിലാക്സ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ചെയ്യാം. കാൽപാദങ്ങൾ റിലാക്സ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. കാൽമുട്ടുകൾ റിലാക്സ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. അരക്കെട്ട്, വയറിന്റെ ഭാഗം, നെഞ്ചിന്റെ ഭാഗം, നട്ടെല്ല്, ഇരു ഷോൾഡറുകൾ, രണ്ട് കൈകൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. കഴുത്ത്, കവിളുകൾ, കണ്ണുകൾ, മുഖം, തലഭാഗം, അങ്ങനെ ശരീരം മൊത്തമായി റിലാക്സ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. റിലാക്സ്, 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 റിലാക്സ്. ഇനി നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനാരിയോയിൽ നിങ്ങൾ ഇരിക്കുന്നതായി ഫീൽ ചെയ്യാം. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് ആദ്യമായി കിട്ടിയ ആ ഒരു നിമിഷം, ആ ഒരു മൊമെന്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം.
ആ ഒരു നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു മൊമെന്റിലേക്ക്, നിങ്ങളുടെ ബർത്തിന്റെ ആ ഒരു സമയത്ത് ഉള്ള നിങ്ങളെ കാണാവുന്നത്. കുഞ്ഞിനെ സ്നേഹത്തോടുകൂടി മാറോടണച്ച് അല്പസമയം നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. അതിനുശേഷം കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാവുന്നതാണ്. കുഞ്ഞിന്റെ ഓരോ അവയവങ്ങളിലേക്കും സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് നോക്കാവുന്നത്. കുഞ്ഞിന്റെ കണ്ണുകൾ, മൂക്ക്, നെറ്റിത്തടം, ചുണ്ടുകൾ, കവിളുകൾ, താടി, ചെവികൾ, കുഞ്ഞിന്റെ മുടി, കുഞ്ഞിന്റെ കൈകൾ, ശരീരഭാഗം, കാലുകൾ, കാൽവിരലുകൾ, കൈവിരലുകൾ, അങ്ങനെ മൊത്തം ശരീരത്തിലേക്ക് നിങ്ങൾക്ക് സ്നേഹത്തോടുകൂടി അല്പസമയം നോക്കി ഇരിക്കാവുന്നത്. അതിനുശേഷം കുഞ്ഞിന്റെ നെറ്റിത്തടത്തിലും ഇരുകവിളുകളിലും സ്നേഹത്തോടുകൂടി മാക്സിമം ഫീൽ ചെയ്ത് ചുംബിക്കാവുന്നു. ഒരുപാട് ചുംബനങ്ങൾ നിങ്ങൾ ആ കുഞ്ഞിന് നൽകിക്കൊണ്ടേയിരിക്കും. ഓരോ ചുംബനം നൽകുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഫീല് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. കുറച്ച് സമയം ആ ഒരു ഫീല് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതിനുശേഷം ആ കുഞ്ഞിനെ നിങ്ങളുടെ മാറോടണിച്ച് നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. അതിനുശേഷം കുഞ്ഞിനെ നല്ല തലോടിക്കൊണ്ട് കുഞ്ഞിന് ഒരു താരാട്ട് പാട്ട് പാടിക്കൊടുക്കും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് താലോലം 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 പൈതലുറങ്ങിക്കോ താലോലം കേട്ടങ്ങുറങ്ങിക്കോ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
സാവധാനത്തിൽ നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. Take a deep breath. Hold on and breathe out slow. Take a deep breath. Hold on and breathe out slow. Take a deep breath. Hold on and breathe out slow. സാവധാനത്തിൽ രണ്ട് കൈകളും പരസ്പരം കൂട്ടിത്തിരുമ്മി ചൂടാക്കിയ ശേഷം രണ്ട് കണ്ണുകളിൽ വെച്ച് പുറത്തു വരാം. മെഡിറ്റേഷന് പുറത്ത് വന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമുക്ക് ഇന്നത്തെ കേഷ്വൽ ടോക്കില് ടോപ്പിക് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് കുറച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു പോവാന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞല്ലേ, ഒരു പാരന്റ് ആവുന്നത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പാരന്റ് ആവുന്നത് ഒരമ്മ പ്രസവിക്കുന്ന സമയത്തല്ല, ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ ഒരു പാരന്റും കൂടെ ജനിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ പറയാ, ഒരു കുട്ടി വളരുന്നതോടൊപ്പം തന്നെ ഒരു പാരന്റും വളരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മള് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരന്റിങ് എന്നുള്ളത് ഒരു പാറ്റേൺ ആണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന, ജനറേഷൻ ടു ജനറേഷൻ മാറി വരുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മളെ പാരന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് നമ്മളെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു. നമ്മളെ പാരന്റ്സ് എങ്ങനെയാണോ നമ്മളെ പാരന്റിങ് ചെയ്തത് അതേ പാറ്റേൺ തന്നെ നമ്മളെ അമ്മക്ക് കൊടുക്കും, അവരുടെ അടുത്ത ജനറേഷന് കൊടുക്കും. അങ്ങനെ പാറ്റേൺ ടു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ കൈമാറി കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ആണ് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ അതില് ബ്രേക്ക് എന്താ പറയാ, ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യേണ്ടത് എങ്ങനെ അതിൽ മാറ്റം കൊണ്ടുവരാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ നമ്മളില് മാറ്റം കൊണ്ടുവരും. നമ്മളെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് നമുക്ക് മോശമായിട്ടുള്ള പാരന്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ അത് മനസ്സിലാക്കുകയും അതിൽ അവയർനെസ് നേടി ആ ഒരു പാറ്റേൺ, നമുക്ക് ഉണ്ടായിട്ടുള്ള വോണ്ടുകൾ, പാരന്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള വോണ്ടുകളൊക്കെ ഹീല് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മളെ പാരന്റിങ് റെഡിയാവും. അല്ലാതെ നമ്മളെ മക്കളിൽ വർക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം, മക്കളെ നന്നാക്കി എടുക്കാന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നമ്മളെ പാരന്റിങ്, നമ്മളെ ഉള്ളിലുള്ള കുട്ടിക്ക് കിട്ടിയ ആ പാരന്റിങ് ക്ലിയർ ചെയ്യും. അതായത് ഇന്റേണൽ പാരന്റിങ് നമ്മൾ ക്ലിയർ ചെയ്യുന്ന സമയത്താണ് എക്സ്റ്റേണൽ പാരന്റിങ് നമുക്ക് ബെസ്റ്റ് ആക്കാൻ പറ്റും. അതായത് നമ്മളെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയ പാരന്റിങ്ങിൽ കുറെ വോണ്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മളെ മക്കൾക്ക് നല്ലൊരു പാരന്റ് ആയിട്ട് മാറാൻ അല്ലെങ്കിൽ നല്ലൊരു പാരന്റിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ, ഹീലിംഗ് മെത്തേഡുകളൊക്കെ നമുക്ക് ആദ്യം വേണ്ടത് അതിനെ കുറിച്ചുള്ള അവയർനെസ് ആണ്. ഇതെങ്ങനെയാണ്, ഇത് പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഈ പാറ്റേൺ ബ്രേക്കിംഗ് നടത്തുക. ആദ്യം തന്നെ നമുക്ക് കിട്ടിയ പാരന്റിങ്ങിനെ കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു അവയർനെസ് വേണം. ഇന്ന രീതിയിലാണ് എൻ്റെ പാരന്റിങ് എനിക്ക് തന്നത്. ചിലപ്പോൾ അതിൽ വേദനിപ്പിക്കുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു അഡൽട്ട് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ അതൊരു പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുക. കാരണം എൻ്റെ പാരന്റ്സ് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിലെത്തിയത്. പക്ഷെ നമ്മളെ കുഞ്ഞു മൈൻഡിൽ അത് ഒരു പെയിൻ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു വൂണ്ടായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അത് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല പാരന്റിങ് കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മളെ ഉള്ളിലുള്ള ആ ഒരു പാരന്റിങ് പാറ്റേൺ ക്ലിയർ ചെയ്തിട്ട് നമ്മളെ മക്കളിലേക്ക് ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ മക്കളിലുള്ള ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ആ പാറ്റേൺ അവിടെ കംപ്ലീറ്റ് ഹീൽ ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെസ്റ്റ് പാരന്റായി മാറാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ഒരു ബെസ്റ്റ് പാരന്റിങ് അടുത്ത ജനറേഷൻ കൈമാറി
പോവുകയും ചെയ്യുന്നു. ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ആ ഹീലിംഗ്, ആ ഒരു പാറ്റേൺ ബ്രേക്കിംഗ് കഴിഞ്ഞാൽ ഒരു ജനറേഷൻ, അടുത്ത തലമുറകൾ മൊത്തം രക്ഷപ്പെട്ടുന്നുണ്ട്. നമ്മൾ ഒരൊറ്റ ഒരാള് എഫേർട്ട് എടുത്താൽ മതി. ഒരൊറ്റൊരാള് അതിനെക്കുറിച്ച് അവെയർ ആയിട്ട് അത് പാറ്റേൺ ബ്രേക്ക് ചെയ്യാനുള്ള, ഹീലിംഗ് ചെയ്ത് ക്ലിയർ ആക്കാനുള്ള ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ, ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വലിയൊരു അടുത്ത തലമുറകളിൽ മുഴുവൻ ഉള്ളൊരു ഷിഫ്റ്റ് ആണ് ഉണ്ടാകുന്നത്. നമുക്ക് ചിലപ്പം കാണാൻ പറ്റും. ഇപ്പൊ തന്നെ ഒരു നൂറില് ഒരു ശതമാനം 2% ആളുകളൊക്കെ ഉണ്ടാവും നല്ല പാരന്റിങ് കിട്ടിയ. അത് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു പാരന്റിന്റെ അല്ലെ നമ്മളെ പാരന്റിന്റെ തന്നെ നല്ല ക്വാളിറ്റീസ്. നമ്മള് ഇപ്പം പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ മോശം ക്വാളിറ്റീസ് മാത്രമല്ല, നല്ല ക്വാളിറ്റീസും ആ ഒരു പാറ്റേണിൽ വരുന്നുണ്ട്. നമ്മളെ പാരന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ നല്ല പാരന്റിങ് സ്റ്റൈലും മോശം പാരന്റിങ് സ്റ്റൈലും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യും, നമ്മൾ തുടരും. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് നല്ലത് അവിടെ വെച്ചുകൊണ്ട് മോശമായതിനെയാണ് ഹീൽ ചെയ്തിട്ട് ക്ലിയർ ആക്കുക. അപ്പൊ നമുക്ക് നമ്മളെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലും ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത്തരത്തില് നല്ല പാറ്റേണുകൾ, നല്ല നമ്മളെ പാരന്റ്സിന്റെ അടുത്ത് തന്നെയുള്ള നല്ല ക്വാളിറ്റീസ് നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മളെ മക്കൾക്കും കിട്ടുന്നുണ്ടാവും. അല്ലെ, നമ്മൾ പറയും ചില ഫാമിലിയിലുള്ള ആളുകൾ അങ്ങനെ പറയല്ലോ. അപ്പൊ ആ ഒരു ഫാമിലിയിൽ കോമൺ ആയിട്ട് അവരെ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ഇങ്ങനെ തുടർന്ന് പോകുന്ന നല്ല നല്ല ക്വാളിറ്റീസ് ഉണ്ടാവും. അത് തുടർന്ന് പോകുന്നുണ്ടാവും. അതിന്റെ ഇടയിലുള്ള മോശമായിട്ടുള്ള ക്വാളിറ്റീസും വരുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതും, എങ്ങനെ ബെസ്റ്റ് പാരന്റ് ആവാം എന്നുള്ള കാര്യം. ഇനിയിപ്പൊ പാരന്റ് അല്ലെ, പാരന്റ് എന്ന് പറയുമ്പോൾ ഉമ്മ ഉപ്പ അല്ലെ, അമ്മ അച്ഛൻ അല്ലെ, ഫാദർ മദർ, ഈ ഒരു വ്യക്തികൾ മാത്രമാണോ പാരന്റ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പറയുന്നത്. ഒരിക്കലും അല്ല. ആ ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് ബയോളജിക്കൽ പാരന്റ് എന്ന്. അപ്പൊ നമുക്ക് ജന്മം നൽകിയ നമ്മളെ രക്ഷിതാവ് അല്ലെ, അത് കൂടാതെ പാരന്റിങ് ഫിഗേഴ്സ് എന്ന് പറയാം. പാരന്റ് ആയിട്ട് നമ്മൾ കാണുന്ന കുറേ ആളുകളുണ്ട് അല്ലെ. നമ്മളെ ഗ്രാൻഡ് പാരന്റ്സ്, നമ്മളെ അങ്കിളുമാര്, ആന്റിമാര്, ചില മക്കള് അറിയാം പാരന്റ്സ് ആയിരിക്കൂല അവരെ വളർത്തിയിട്ടുണ്ടാകും. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും. പാരന്റ്സ് ജോലിക്ക് പോകുന്നതോ അല്ലാത്തതോ ഒക്കെ ആണെങ്കിൽ അവര് വളർന്നിട്ടുണ്ടാകും ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആന്റിമാരടുത്ത്, അങ്കിളുമാരടുത്ത്. ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും അല്ലെ. ചിലപ്പം പാരന്റ്സിന്റെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അങ്ങനെ മറ്റുള്ള അടുത്തേക്ക് അവരെ നമ്മൾ പറയാണ് പാരന്റൽ ഫിഗേഴ്സ്. പിന്നെ വേറൊന്നും പാരന്റൽ ഫിഗേഴ്സിൽ വരുന്നതാണ് ടീച്ചേഴ്സ്, അതും പാരന്റൽ ഫിഗേഴ്സ്. അപ്പൊ ഇവരിൽ നിന്നെല്ലാം, ഇവരെ ക്വാളിറ്റീസ് എല്ലാം നമുക്ക് എന്താ പറയാ, നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. ചിലപ്പോ നമുക്ക് ചില ആളുകളെ കാണാം, മക്കളടുത്ത് എന്താ പറയാ, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഭയങ്കര റിജിഡ് ആയിട്ട് പെരുമാറും. പക്ഷെ പേരക്കുട്ടികളെടുത്ത് ഭയങ്കര നല്ല ബിഹേവിയർ ആയിരിക്കും, അവരെ നല്ല സ്നേഹിക്കുന്നുണ്ട്, അവരുമായിട്ട് ഭയങ്കര കമ്പനി ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. ആ ഒരു രീതിയിൽ കാണാറുണ്ട്. അപ്പൊ അവിടെ എന്താണ് അവർക്കും കിട്ടിയത് അതേ തന്നെ. പാരന്റ്സിന്റെ അടുത്ത് നിന്ന് സ്ട്രിക്റ്റ് ആയിരിക്കും, പക്ഷെ പേരക്കുട്ടികളുടെ അടുത്ത് നല്ല, ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് നല്ല നർച്ചറിങ് ആയിരിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരും അത് മക്കളെടുത്ത് കൊടുക്കുന്നത് എന്റെ പേരന്റിൽ നിന്ന് കിട്ടിയതായിരിക്കും, പക്ഷെ എന്റെ ഗ്രാൻഡ് പാരന്റ്സിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്റെ പേരക്കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ പാരന്റ്സിന്റെ അടുത്തല്ല അങ്കിളുമാര്, ആന്റിമാര്, നമ്മളെ ഫാമിലിയിലുള്ള ഏത് ഫിഗേഴ്സ് ആയാലും ചിലപ്പോ അവരിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഗുഡ് ക്വാളിറ്റീസും പിന്നെ പഠിക്കും, ബാഡ് ക്വാളിറ്റീസും പഠിക്കും. ചില വേർഡ്സ് ഒക്കെ ഉണ്ടാവും. ചില കുട്ടികള് പാരന്റ്സ് ഒക്കെ നല്ല നീറ്റ് ആയിരിക്കും, പക്ഷെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടാവും, പിന്നെ അങ്കിൾസോ ആന്റിമാരൊക്കെ ഉണ്ടാവും, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. കുട്ടികള് അത് ഉപയോഗിക്കും. പിന്നെ അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോ അപ്പൊ പാരന്റിൽ നിന്ന് നമ്മളിൽ നിന്ന് ഡയറക്റ്റ് തന്നെ കിട്ടുമല്ലോ, അതങ്ങനെ ഫോളോ ചെയ്തു. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റീസ് ചില ആന്റിമാര്, അങ്കിളുമാര്, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും, നമ്മള് സഹവസിക്കുന്ന, കൂടെ താമസിക്കുന്ന ഏതെങ്കിലും റിലേറ്റീവ്സ് നല്ല ക്വാളിറ്റീസ് ഉണ്ടാവും.
മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള മൈൻഡ്, അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മളെ പാരന്റ്സ് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കൂല, പക്ഷെ നമ്മള് ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇവര് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി, അത് നമ്മളെ ലൈഫിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഇത്തരത്തിലുള്ള സംഭവങ്ങളും നമുക്ക് കാണാം. അപ്പൊ പാരന്റ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും മദറും ഫാദറും മാത്രം അല്ല ഒരു കുട്ടീനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത്, ഈ പാരന്റൽ ഫിഗേഴ്സിലുള്ള ആളുകളും സ്വാധീനിക്കുന്നത്. അതേപോലെ തന്നെയാണ് പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ടീച്ചേഴ്സ്. നമുക്ക് കാണാൻ പറ്റൂലേ, അധിക കുട്ടികളും ടീച്ചേഴ്സ് പറഞ്ഞാല് പാരന്റ്സ് ഒക്കെ പറയും ടീച്ചർ പറഞ്ഞാൽ കേൾക്കും, അല്ലെ സാറ് പറഞ്ഞാൽ കേൾക്കും, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല. അത് ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ് ആയിട്ടാണ്. ഒരു ടീച്ചർ എന്ന് പറയുന്നത് കുട്ടീനെ ഏറ്റവും ബെസ്റ്റ് ആക്കാനും ഏറ്റവും വേസ്റ്റ് ആക്കാനും പറ്റുന്ന ഒരാളാണെന്നുള്ള. ഒരു ടീച്ചർ എത്ര നല്ല രീതിയിൽ കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയി കെയർ എല്ലാം കൊടുത്തിട്ട് കുട്ടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്രയും എന്താ പറയാ കുട്ടീനെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടീച്ചറിന്റെ പരിഗണനയില്ലായ്മ അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, അങ്ങനത്തെ ബാഡ് ബിഹേവിയറും കുട്ടികളെ നന്നായിട്ട് സ്വാധീനിക്കുന്നല്ലോ. അതായത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചില കുട്ടികൾ ഒരുപാട് എക്സ്പീരിയൻസുകൾ നമ്മളങ്ങനെ നോക്കൂല. ചില മക്കള് ഭയങ്കര എന്താ പറയാ ഭയങ്കര കളിയായിരിക്കും, ആര് പറഞ്ഞാലും അനുസരിക്കൂല, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പക്ഷെ സ്നേഹത്തോടു കൂടി അവരോട് നമ്മൾ പറയുന്ന സമയത്ത്, ടീച്ചേഴ്സ് പറയുന്ന സമയത്ത്, ചില ടീച്ചേഴ്സ് ഉണ്ടാവും അങ്ങനെ കുട്ടികളോട് പറയാൻ അത്രയും എന്താ പറയാ ആ ഒരു ഇത് പുറത്ത് ഇങ്ങനെ സംസാരിക്കാന്നല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ ഒരു എനർജി നമുക്ക് നമ്മളെല്ലാവർക്കും എനർജി ഉണ്ട് അല്ലെ, ആ ഒരു എനർജി ഷിഫ്റ്റ് അതിലൂടെ നമുക്ക് അവരെ എന്താക്കാൻ പറ്റും, മാറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഇത് പറഞ്ഞ സമയത്ത് എനിക്കൊരു കഥ ഓർമ്മ വരാം. കഥയല്ല, ഒരു റിയൽ ആയിട്ടുള്ള ഒരു സംഭവം. എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞത് സംഭവമാണ്. ടീച്ചർ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് പിന്നെ സ്കൂളിലെ സ്റ്റാഫ് ഇങ്ങനെ പറയാണ്, ഇപ്പൊ ഏതോ ഒരു ക്ലാസ്, ജസ്റ്റ് ക്ലാസ് ഓർമ്മല്ല, നമ്മൾ എന്നാലും ഇപ്പൊ ഒരു 9J എന്ന് കൂട്ടും, 9J 9th Jയില് സാറ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാണ്. അപ്പൊ ക്ലാസ് ടീച്ചറായിട്ട് 9th Jയിലാണ് കൊടുത്തത്, ഡ്യൂട്ടി കൊടുത്തത്. അപ്പൊ ബാക്കിയുള്ള സ്റ്റാഫൊക്കെ ഇങ്ങനെ പറയുന്നു 9th Jയില് ഭയങ്കരാണ്, അവിടെ ഒരു കുട്ടിയുണ്ട് ഭയങ്കരാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ സാറ് ആദ്യമായിട്ട് പോയതാണല്ലോ, അപ്പൊ കൊടുക്കുന്ന ക്ലാസ്സിന് ചാർജ് എടുക്കാന്നുള്ളതാണല്ലോ. അപ്പൊ എന്നാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, എന്താ 9th Jയില് എന്നുള്ളത്, എന്താണ് ആ കുട്ടി എന്നുള്ളത്. എല്ലാവർക്കും ഭയങ്കര പേടിയാ, ഭയങ്കരമായിട്ട് ടീച്ചേഴ്സിനൊക്കെ ക്ലാസ്സിൽ വെച്ച് വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യും, ഭയങ്കര ഒരു ഇതാ. ഇപ്പൊ സാറ് പോയി പിന്നെ ജോയിൻ ചെയ്ത് സാറിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര അലമ്പാണ്, പലതും വിളിച്ച് പറയാ, അങ്ങനെ ഉണ്ടല്ലോ, വല്ലാത്തൊരു ഡിസ്റ്റർബ്. പക്ഷെ സാറ് പിന്നെ എന്താ പറയാ അത് അത്ര ഒരു ഇഷ്യൂ ആക്കാണ്ട് നല്ല രീതിക്ക് തന്നെ പറയും. എത്ര ആളെത്ര മോശമായിട്ട് ബിഹേവ് ചെയ്താലും നല്ല രീതിക്ക് തന്നെ പറയും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം സാറ് പിന്നെ ചായ കുടിക്കാൻ പോയ സമയത്ത് ഈ കുട്ടി അവിടെ കണ്ട്. അപ്പൊ സാറ് മെല്ലെ പോയി അടുത്തിരുന്ന് സംസാരിച്ച് കുട്ടിയായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. അപ്പൊ എന്താ പറയാ ഈ കുട്ടി എന്റെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ ഒരു എന്താ പറയാ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാനുള്ളൊരു ആക്ടിവിറ്റീസ് ആണ് ഈ ക്ലാസ്സിൽ കേൾക്കുന്നതും. ഭയങ്കരമായിട്ട് ആരെയും അനുസരിക്കില്ല, ടീച്ചേഴ്സിനൊക്കെ അവിടെ അങ്ങോട്ട് കാര്യത്ത് സംസാരിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. ടീച്ചേഴ്സ് ആ ഒരു ക്ലാസ്സിൽ വരുന്ന ടീച്ചേഴ്സ് ക്ലാസ്സിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ ഈ സാറ് അന്ന് ചായ എല്ലാം കുടിച്ച് കുട്ടീന്റെ പൈസ എല്ലാം സാറ് കൊടുത്ത് അങ്ങനെ കുട്ടിയായിട്ട് ഒരടുപ്പം ക്രിയേറ്റ് ചെയ്ത് രണ്ടാമത്തെ ദിവസം കാണും കുട്ടി എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്ന് പറഞ്ഞ. അങ്ങനത്തെ പിന്നെ ഓട്ടോമാറ്റിക്കലി കുട്ടി മാറി ഏറ്റവും നല്ല ബിഹേവിയർ കുട്ടിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ആ ഒരു സ്നേഹത്തോടു കൂടി ഇടപഴകി കൂടെ ചേർത്ത് പിടിച്ച്
വെച്ച സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഷിഫ്റ്റ്. എല്ലാ ആ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം പേടിച്ചിരുന്ന ഒരു കുട്ടിയാണ് പിന്നെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തി. പിന്നെ സാറ് പറയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടീനെ കണ്ടതും നല്ലൊരു ഹൈ പൊസിഷനിൽ എത്തിയിട്ട് സാറിന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് ലോഗ്യം പറഞ്ഞപ്പോ ആളെ മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ ഈ ക്ലാസ്സിൽ ഇന്ന് ആളെ പേര് പറഞ്ഞപ്പോ സാറിന് മനസ്സിലായി എന്നുള്ളത്. അപ്പൊ ഒരു ടീച്ചർക്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം എന്താണ് ഒരു കുട്ടീനെ പാരന്റിനെ പോലെ തന്നെ സ്വാധീനിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു സെഷനുകളിൽ പറഞ്ഞു പ്രയർ അല്ലെ, പാരന്റ്സിന്റെ പ്രയർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പവർഫുൾ ആണ്. ഇപ്പൊ പാരന്റ്സിന് ഒരു ലൈറ്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് റിലീജിയസ് വൈസ് നോക്കുകയാണെങ്കിലും പാരന്റ്സിന് അത്ര ഇമ്പോർട്ടൻസ് അല്ലെ. ഇപ്പൊ ഉമ്മയെ കുറിച്ച് പറയാൻ ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പറയും അല്ലെ. ഇത്രയും പവർ ഉണ്ട്. അതൊരിക്കലും നമ്മൾ മിസ്യൂസ് ചെയ്യേണ്ട സംഭവമല്ല. അത് നമുക്ക് പിന്നൊരു സെഷനിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ ഏത് കാര്യവും നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറാണ്. ഈവൻ മൊബൈൽ ഫോൺ ആണെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളെല്ലാം നമ്മൾ നല്ല രീതിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ബാഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് നമ്മളെ ഈ പവറും. അപ്പൊ ഈ പാരന്റ്സിനുള്ള പോലെ തന്നെ പവർ ആർക്കുണ്ട്? ടീച്ചേഴ്സിനുണ്ട് അല്ലെ. മാതാ പിതാ ഗുരു ദൈവം എന്നാ പറഞ്ഞ അല്ലെ. ദൈവത്തിന്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് മാതാവും പിതാവും ഗുരുക്കന്മാരും. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ, കുട്ടികളിൽ ഒരു ടീച്ചർക്ക് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് ഗുഡായിട്ടും ബാഡായിട്ടും ചെയ്യാൻ പറ്റും. നമ്മളെ ഒരു വാക്ക് മതിയായിരിക്കും എന്ത് ഒരു കുട്ടീനെ ആകെ ഡൗൺ ആക്കുക. ഒരു ടീച്ചറിന്റെ ഒരൊറ്റ വാക്ക് മതി അല്ലേ. നീ ഒന്നിനും കൊള്ളൂല. നമ്മൾ ചിലപ്പം എന്തോ പ്രയാസം ഉണ്ടായിട്ടായിരിക്കും ടീച്ചർ ക്ലാസ്സിൽ ചെല്ലുന്നത്. എന്തൊക്കെയോ പ്രയാസങ്ങള് വീട്ടിലായാലും അല്ലെ ആളെ ഉള്ളിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ക്ലാസ്സിൽ പോയിട്ട് അത് റിഫ്ലക്ട് ചെയ്യാം. അപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും കളിച്ചാല് നീ ഒരിക്കലും നന്നാവൂല, അല്ലെങ്കിൽ നീ ഒന്ന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആ ഒരു ഒറ്റൊരു വാക്കായിരിക്കും. പക്ഷെ അത് മതി ഒരു കുട്ടീനെ ആകെ ഒന്നും അല്ലാതെ ആക്കിക്കളയാന്നുള്ളത്. നേരെ മറിച്ച് ഒന്നും കഴിയാത്ത കുട്ടികളും നിനക്ക് പറ്റും, നീ ശ്രമിച്ചാൽ നിനക്ക് പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു വാക്ക് മതിയായിരിക്കും എന്ത് ഒരു കുട്ടീനെ, ഒന്നിനും പറ്റാത്തൊരു കുട്ടീനെ ഒരു പക്ഷെ ഉയരങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളത്. അപ്പൊ ഈ പാരന്റ്സും പാരന്റൽ ഫിഗേഴ്സും ഒരുമിച്ചിട്ട് നമ്മൾ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് കുട്ടികളിൽ എല്ലാ തരത്തിലുള്ള ഷിഫ്റ്റും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അത് ഒന്ന് മെയിനായിട്ട് നമ്മളെ പ്രയർ, നമ്മളെ ബിഹേവിയർ അല്ലെ, നമ്മളെ കെയർ, ഇതൊക്കെ കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റും. എത്ര മോശം കുട്ടികളാണെങ്കിലും ഈ പറഞ്ഞ പാരന്റ്സിനും പാരന്റൽ ഫിഗേഴ്സിനും മാറ്റി കൊണ്ടുവരാൻ പറ്റും. അതിന് ആദ്യം വേണ്ടത് ആ എനിക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റും, അതിനുള്ള പവർ എനിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രല്ല പിന്നെ രണ്ടാമതൊന്ന് വേണ്ടത് ക്ഷമ അല്ലെ. പേഷ്യൻസോടുകൂടി നമ്മൾ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ഷിഫ്റ്റ് കൊണ്ടുവരാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി എന്താ പറയാ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിലൊരു സോഫ്റ്റ്വെയർ കയറ്റണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ക്ഷമയോട് കൂടി ഇരുന്ന് സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അല്ലെ. പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാം. അതേപോലെ തന്നെയാണ് ഓൾറെഡി ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു കുട്ടിയില്, പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. അപ്പൊ അത് ഓരോന്നോരോന്ന് നമ്മൾ എന്താ പറയാ മാറ്റി കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം, നല്ല ക്ഷമയും വേണം അല്ലെ. ഈ സമയവും ക്ഷമയും കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ടീച്ചേഴ്സ്, ചില കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, എനിക്ക് ഒരുപാട് ടീച്ചേഴ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടീച്ചേഴ്സ് എൻ്റെ ലൈഫിൽ ഞാൻ ഓർക്കുന്ന ഒരു ടീച്ചർ വെച്ച് ബാക്കി എല്ലാ ടീച്ചേഴ്സും എനിക്ക് ഭയങ്കര, ടീച്ചറിനോട് റെസ്പെക്ട് ഭയങ്കര ഇഷ്ടമാണ്. അതേ ആ ഒരു ഇഷ്ടം എനിക്ക് അങ്ങോട്ട് തോന്നാൻ കാരണം ഇങ്ങോട്ടും ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ. നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് കുട്ടികളോട് നമ്മള് അങ്ങോട്ട് എങ്ങനെയാണോ നമ്മൾ ഉള്ളില്, പുറത്ത് നമ്മൾ കാണിക്കുന്ന ഉള്ളിൽ എങ്ങനെയാണോ ഒരു കണക്ഷൻ, അതേ കണക്ഷൻ അവർക്ക് ഇങ്ങോട്ടും ഉണ്ടാവുന്നത്. അതും
നേരത്തെ പറഞ്ഞ പോലെ ഒരു എനർജി കൈമാറ്റാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു എനർജി, ഓരോരുത്തരിലും എനർജി ഉണ്ട് അല്ലെ. അപ്പൊ ആ എനർജി പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോഴും നെഗറ്റീവ് എനർജി ഉള്ള ആളുകൾ കണക്റ്റഡ് ആവുകയും നെഗറ്റീവ് എനർജി ഉള്ള ആളുകളായിരിക്കും. നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മളെ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന അല്ലെ നമ്മളെ ഒരുപാട് സാമ്യമുള്ള ആളുകളിലേക്ക് നമ്മളെപ്പോഴും കണക്റ്റ് ആവും. നമ്മളിങ്ങനെ ചിന്തിക്കും എന്നെ പോലെ തന്നെയാണല്ലോ, എന്റെ അതേ നീ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്, അല്ലെ നിന്റെ ആഗ്രഹങ്ങളെ പോലെ തന്നെയാണ് എനിക്കുള്ള ആഗ്രഹങ്ങൾ. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എനർജിയാണ് കണക്റ്റ് ആകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ടീച്ചേഴ്സ് അല്ലെ, ടീച്ചേഴ്സിന്റെ നമുക്ക് നല്ല എക്സ്പീരിയൻസുകളാണ് കിട്ടിയതെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് നമ്മളെ സ്റ്റുഡൻസിനോടും പെരുമാറാൻ പറ്റും, സ്റ്റുഡൻസുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ചില ആളുകളെ നമുക്ക് കാണാം, അവരുടെ മക്കളെടുത്ത് ചില ടീച്ചേഴ്സ് ഉണ്ടാവും, സ്വന്തം മക്കളെ പഠിപ്പിക്കാനോ അല്ലെ സ്വന്തം മക്കളെടുത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനോ പറ്റില്ല. സ്വന്തം മക്കളോട് പെട്ടെന്ന് ഷൗട്ട് ചെയ്യും, പണിഷ്മെന്റ് കൊടുക്കും, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ സ്റ്റുഡൻസ് അവര് പഠിപ്പിക്കുന്ന അല്ലെ അവരെ സ്കൂളിലുള്ള സ്റ്റുഡൻസിന് പ്രത്യേകം കെയറും, അവരെന്ത് ചെയ്താലും ദേഷ്യമൊന്നും പിടിക്കാതെ ചീത്ത പറയാതെ നല്ല ലവ് ആൻഡ് കെയർ കൊടുത്ത് അവരെ കൂടെ നിർത്തി അവർക്ക് എന്തിനും പ്രോത്സാഹനം നൽകി അവരെ എത്ര എഫേർട്ട് എടുത്തിട്ട് എത്ര പറഞ്ഞു കൊടുത്തിട്ട് വേണമെങ്കിലും പഠിപ്പിച്ച് അല്ലെ എന്തൊക്കെ വികൃതികൾ കളിച്ചാലും അതിലൊന്നും എന്താ പറയാ ഇമോഷണൽ ആവാതെ നല്ല രീതിക്ക് ബിഹേവ് ചെയ്യാനും കുട്ടികളുമായിട്ട് നല്ലൊരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും പറ്റും. പക്ഷെ ഇതേ ടീച്ചർക്ക് തന്നെ നമ്മൾ വിചാരിക്കും ടീച്ചറിന്റെ മക്കൾക്കൊക്കെ എന്ത് സുഖാന്ന് വിചാരിക്കില്ലേ. പക്ഷെ മക്കളെ അവസ്ഥ വരുന്ന സമയത്ത് നേരെ തിരിച്ചേക്കും. മക്കളെ ശ്രദ്ധിക്കാനോ മക്കളോട് നല്ല രീതിയിൽ പെരുമാറാനോ, മക്കള് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഇമോഷണൽ ആയി ആ ഒരു രീതിയായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ അല്ലെ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് ഈ ടീച്ചർക്ക് കിട്ടിയ പാരന്റിങ്, പാരന്റിൽ നിന്ന് കിട്ടിയ പാരന്റിങ് നല്ലതല്ല. അതിലുള്ള ഇതാണ് മക്കളെടുത്ത് കൊടുക്കുന്നത്. നേരെ മറിച്ച് ഈ ടീച്ചേഴ്സിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്, നല്ല എക്സ്പീരിയൻസുകളാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ടീച്ചറിന്റെ സ്റ്റുഡന്റുമായിട്ട് നല്ല കണക്ഷനും നല്ല കെയറും ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണോ അതേ സോഴ്സിലേക്ക് നമുക്ക് കിട്ടിയ സോഴ്സിൽ അത് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് നമുക്ക് നല്ല പാരന്റിങ് കൊടുക്കാൻ പറ്റുന്നു. അതേപോലെ തന്നെയാണ് പാരന്റൽ ഫിഗേഴ്സിൽ വരുന്നതാണ് ലീഡേഴ്സ്. നമ്മള് ഇപ്പൊ പിന്നെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പിന്നെ സംഘടനകളോ ഒക്കെ ഉണ്ടാവും അല്ലെ, അതിലെ ലീഡേഴ്സിനൊക്കെ നമുക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ചില ലീഡേഴ്സിന്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ട്, നമ്മളെങ്ങനെ ചിന്തിക്കണം ഓരെപ്പോലെ സംസാരിക്കണം അല്ലെ, ഓരെപ്പോലെ ബിഹേവ് ചെയ്യണം അല്ലെ, അങ്ങനത്തെ നല്ല ക്വാളിറ്റീസ് ഒക്കെ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നമ്മള് അത് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മള് അതേപോലെ തന്നെ നമ്മളൊരു നേതൃസ്ഥാനത്ത് ലീഡർഷിപ്പ് എടുക്കുന്ന സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എവിടുന്നാണോ കിട്ടിയത് അതിനനുസരിച്ചാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ആ ഒരു കിട്ടൽ ഇപ്പൊ ഒരു ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് നമുക്ക് ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ സ്റ്റുഡൻസിനോട് ആ ഒരു ബാഡായിട്ടാണ് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, പാറ്റേൺ ബ്രേക്കിംഗ് എന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഹീൽ ചെയ്യാം. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് എന്താ, നമ്മൾ കുറെ ക്ലാസ്സുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ ഇതൊന്നും എടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കണം എന്നല്ല. ആ ആക്ഷൻ ആണ് ഹീലിങ്, റീപ്രോഗ്രാമിങ് എന്നൊക്കെ പറഞ്ഞതാണ്. ഈ ആക്ഷന്റെ കൂട്ടത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മള് ആദ്യം അവയർനെസ് ആണ് വേണ്ടത്, പിന്നെ രണ്ടാമത് നമ്മൾ ആക്ഷൻ എടുക്കണം. എങ്കിലേ നമുക്ക് മാറ്റം ചേഞ്ച് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ പാരന്റൽ ഫിഗേഴ്സ് എന്നുള്ള കാര്യങ്ങള് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ പാരന്റ്സിനെയും പാരന്റൽ ഫിഗേഴ്സിന്റെയും
എക്സ്പീരിയൻസുകളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് അതിലുള്ള വൂണ്ടുകളൊക്കെ ക്ലിയർ ചെയ്താൽ നമുക്ക് ഒരു നല്ല ഒരു ബെസ്റ്റ് പാരന്റ് ആവാനും അതേപോലെ തന്നെ നമ്മളെ മക്കൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനായിക്കോട്ടെ ആർക്കായി ആയാലും നല്ല ഒരു പാരന്റിങ് കൊടുക്കാനും അല്ലെങ്കിൽ നല്ലൊരു ഗാർഡിയൻ ആവാനും നല്ലൊരു ടീച്ചർ ആവാനും നല്ലൊരു മെന്റർ ആവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളിലുള്ള ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ഹീൽ ചെയ്ത് ക്ലിയർ ആയി വരണം. ആ സമയത്ത് അങ്ങനെ ഉള്ളൊരു ഷിഫ്റ്റ് നമ്മളിൽ നടക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട. ഈ കുട്ടികളിലോ അല്ലെ സ്റ്റുഡൻസിലോ അല്ലെ നമ്മൾ പിന്നെ പാരന്റൽ റോൾ എടുക്കുന്ന ആളുകളിലൊന്നും ഒന്നും ചെയ്യണ്ട. അവരില് മാറ്റം കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കും. നമ്മളിൽ മാറ്റം കൊണ്ടുവരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്ക് കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടോ? കുറച്ചൊന്നും അറിയത്തില്ല. റെക്കോർഡിംഗ് ഇതൊക്കെ വരുവാ. കണക്റ്റഡ്. അപ്പം കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, കുറെ അറിയാൻ പറ്റി. പാരന്റിങ്ങിനെ പറ്റിയുള്ള കുറച്ചും കൂടെ അവയർനെസ് വന്നു. ഇൻഷാ അല്ലാ നല്ല ക്ലാസ് ആയിരുന്നു. തുടർന്നും നല്ല ക്ലാസ്സുകൾ എടുക്കാൻ കഴിയട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നമ്മള് പലപ്പോഴും നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ വീണ്ടും നമ്മൾ അതൊന്ന് കേൾക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ ഒന്നുകൂടി ഒരു അവയർനെസ് കൂടും. അതുപോലെ തന്നെ ആ അവയർനെസ് കിട്ടുന്ന സമയത്ത് നമുക്ക് മാറണം എന്നുള്ളൊരു നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെ എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് എന്നുള്ളത്. അപ്പൊ ആ ഒരു വൈ ഫാക്ടർ കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി മാറ്റം ഈസി ആയിരിക്കും എന്നുള്ളത്. വേറെ ഒന്നുമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. നല്ല ഇത്രയും സമയം മെഡിറ്റേഷൻ ആയിട്ടോ. മെഡിറ്റേഷൻ നല്ല കണക്ട് താങ്ക് യു ചെയ്യാൻ സോ പറ്റും. മച്ച്. താങ്ക് യു സോ മച്ച്. മെഡിറ്റേഷനും ക്ലാസ്സും ഒന്നും എന്താ പറയാ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നതാണ്. എന്തായാലും സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇത്രയും സമയം ഇവിടെ വന്നിരുന്ന് ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഫീഡ്ബാക്ക് പറഞ്ഞ് എല്ലാത്തിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ.